ഗൈസ് നമ്മൾ പള്ളിയിലോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയമെന്ന് പറയുമ്പോൾ 11:45 നമ്മൾ പള്ളിയിൽ വന്നേക്കും. മേറി ക്രിസ്മസ് ഗൈസ്. ഞങ്ങളെല്ലാവരും പാതിരാ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ഛൻ വള്ളത്തിൽ നിന്ന് വന്നിറങ്ങിയിട്ടുണ്ടേ. നിങ്ങൾ ഈ കാണുന്ന ഞങ്ങളുടെ അൽത്താരയാണ്. ക്രിസ്മസ് തീം ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ 11:50 ആയപ്പോഴത്തേക്കും ദിവ്യബലിയൊക്കെ ആരംഭിച്ചു കേട്ടോ. 12 മണിയായപ്പോൾ പുൽക്കൂട്ടിലേക്ക് ഉണ്ണീശുവിനെ കൊണ്ട് വയ്ക്കാൻ പോകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഭൂലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രക്ഷകൻ ജാതനായ ഒരു സുദിനമാണ് കേട്ടോ എന്നും. വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ മണ്ണും വിണ്ണും ഉത്സവമാക്കുന്ന ഒരു സുദിനമാണ് കേട്ടോ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനാ നിർഭരരായിട്ട് ഇരിക്കുന്ന സമയമാണിത്. അങ്ങനെ ദിവ്യബലിക്ക് ശേഷം 2025 ഭാഗ്യവാനെയും ഭാഗ്യവതിയും തിരഞ്ഞെടുത്തു. അങ്ങനെ എല്ലാവരും ലോട്ടൊക്കെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. എനിക്ക് കിട്ടിയത് 90 എന്ന നമ്പറാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതടിച്ചില്ല. അച്ഛൻ ഓരോ ലോട്ടുകളെടുത്ത് നമ്പർ പറയുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ 139 എന്ന നമ്പറാണ് ആദ്യം വിളിച്ചത്. പിന്നെ 101 കിട്ടിയത് ഈ ഭാഗ്യവാനാണ് കേട്ടോ. ഈ പോകുന്നതാണ് ഭാഗ്യവാൻ. 139 കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യവതി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ മടങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് അച്ഛൻ ഒരു ചെറിയ ഉണ്ണീശുവിൻ്റെ രൂപം തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കേക്കും വൈനും ഒക്കെ കിട്ടി. എല്ലാവരും വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തിരക്കിലാണേ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുൽക്കൂട്. വളരെ മനോഹരമായിട്ടില്ലേ? അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയെന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. അങ്ങനെ കുറേ പേര് വള്ളത്തിലൊക്കെ കയറിയിട്ടാണ് അപ്പുറത്തെ കരയിലേക്ക് സ്വന്തം വീടുകളിലേക്ക് പോകുന്നത്. ഈ കാണുന്നത് പള്ളിയിലെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ പോവുകയാണേ. അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ രാത്രിയിലെ ക്രിസ്മസ് ആഘോഷം അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ വീട്ടിലാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ അനിയന്മാർ പടക്കം പൊട്ടിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളും എടുത്തു മത്താപ്പും പൂക്കുറ്റിയും കമ്പിത്തിരി. അങ്ങനെ ഞങ്ങളെല്ലാവരും എടുത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളുടെ അപ്പാപ്പനും അമ്മാമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്കും വൈനും കരുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കേക്ക് ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി അവർ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്കും വൈൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ വൈനൊക്കെ ഞങ്ങൾ കുടിച്ച് കേക്കൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. തെക്ക് വടക്കെന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാണ്ട് അപ്പം വളരെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ക്രിസ്മസ് ഗൈസ്.